ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോവാം, പ്ലസ് ഈദ് ഷോപ്പിംഗ്. ഇത് 18ാമത്തെ നോമ്പാണ്. പക്ഷേ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ 20ാമത്തെ നോമ്പിൽ എങ്ങനെയായിരിക്കും. കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി എഡിറ്റൊക്കെ ചെയ്യാനും. പിന്നെന്താ, നേരത്തെ എണീച്ചു, നിസ്കരിച്ചു, ഇനി അത്താഴം കഴിക്കണം, നിസ്കരിക്കണം, ഖുർആൻ ഓതണം. അപ്പോൾ അതൊക്കെയാണ്. വാ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഞാൻ അത്താഴത്തിൽ കഴിച്ചതെന്ന്. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ചിയ പുഡിങ്ങാണ് കഴിച്ചത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, വേണ്ടവർ പോയി നോക്കാം. അതൊക്കെ കഴിച്ചതിന് ശേഷം, അത്താഴമൊക്കെ കഴിച്ചതിന് ശേഷം ഖുർആൻ ഓതി കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പോയി കുറച്ച് നേരം കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് നമുക്ക് പോകണമല്ലോ, നേരത്തെ എണീച്ചിട്ട് പോകണമല്ലോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്നുള്ളൂ, ഒരു 5:45 ആ സമയം വരെ തന്നെ ഇരുന്നുള്ളൂ ഞാൻ. പിന്നെ രാവിലെ ഒരു 9:45 ആകുമ്പോൾ എണീച്ചിട്ട് നെയ്ഹാക്കൊക്കെ ഭക്ഷണം കൊടുക്കണമല്ലോ. അപ്പോൾ നെയ്ഹാക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട്, നെയ്ഹാനെ വിളിപ്പിച്ച് വിട്ടിട്ട് നെയ്ഹാക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് റെഡി ആയിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. നേരത്തെ പോകണമല്ലോ, നോമ്പ് തുറക്കാനാകുമ്പോഴേക്കും അവിടെ എത്തണ്ടല്ലോ. എന്താ വെച്ചാൽ നമുക്ക് ഈദ് ഷോപ്പിങ്ങും ഉണ്ട്, എനിക്കും നെയ്ഹാക്ക് കൊടുക്കണം. അപ്പോൾ വേഗം നമ്മൾ ഇറങ്ങി. ഈ വ്ളോഗിൽ ഞാൻ 18ാമത്തെ നോമ്പിന് എൻ്റെ വീട്ടിലേക്ക് പോകലും 19ാമത്തെ നോമ്പിന് ഇങ്ങോട്ട് തിരിച്ച് വരലും ഒക്കെ കൂടിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ആദ്യം നമ്മൾ നെയ്ഹാക്ക് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. നെയ്ഹാക്ക് ഡ്രസ്സ് എടുത്തിട്ട്, നെയ്ഹാക്ക് എവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്ത് ചോദിച്ചാൽ പാലക്കാടുള്ള പോപ്പിൻസിൽ. ഞാൻ കോയമ്പത്തൂരാണ് ഇരിക്കണമെങ്കിൽ നമ്മൾ അധികം ഡ്രസ്സ് എടുക്കുന്നത് പാലക്കാട് നിന്നാണ് കേട്ടോ. നമുക്ക് അധികം ഇഷ്ടമല്ല കോയമ്പത്തൂരിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നത്, ചേരണില്ല, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കടയിലേക്ക് പോയി. അത് പുതിയതായിട്ട് തുടങ്ങിയ കടയാണ്. അപ്പോൾ പിന്നെ വരണ വഴിക്ക് നെയ്ഹാക്ക് ചെറുതായിട്ട് ഭക്ഷണം കൊടുത്തു. നമ്മൾ ഇറങ്ങുമ്പോൾ 11 മണിയായല്ലോ. അപ്പോൾ തന്നെ ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നെയ്ഹാക്ക് ചെറുതായിട്ട് ആപ്പിളും കുറച്ച് സ്നാക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോയി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്തു. പിന്നെ 2-3 കടകളൊക്കെ കയറിയിട്ടാണ് നമ്മൾ വീണ്ടും എടുത്തത്. പിന്നെ ആ കണ്ണാടി വെച്ചിട്ടൊരു ഷോ ഓഫാണ് നടത്തുന്നത് ഇവിടെ. അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്, ഞാനിവിടെ പൈപ്പ് ചെയ്തിട്ടാണ്. നെയ്ഹ പിന്നെ ആ ഷോപ്പിൽ കണ്ട 2-3 കുട്ടികളുടെ കൂടെ കളിക്കുകയാണ്, ഒരുപാട് കളിക്കുകയാണ്. എന്താ വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് പോലും വന്നില്ല, അവരുടെ അടുത്തേക്കാണ് പോയത്. അത്രത്തോളം അവരിന് ഇഷ്ടമായിട്ട് അവരുടെ കൂടെ ഭയങ്കര കളിയായിരുന്നു. പിന്നെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ നമ്മൾ വീടെത്തിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നമ്മളൊരു 4:45-5 മണിയാകുമ്പോൾ 5:15 വീടെത്തി. പിന്നെ നോമ്പ് തുറക്കാനുള്ള പ്രിപ്പറേഷനാണ്. ഫ്രൂട്ട്സ് കട്ട് ചെയ്തു. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ, അതുകൊണ്ട് ബീഫിൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കി ഞാൻ. നന്നായിട്ടുണ്ടായിരുന്നു ബീഫിൻ്റെ കട്ട്ലേറ്റ്, എല്ലാവർക്കും ഇഷ്ടമായി. റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇനിയൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അത് സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കണ പോലെ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ എൻ്റെ കസിൻ പച്ചുവിനെ കൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് വീഡിയോ എടുത്തതാണ് ഇതൊക്കെ, കുട്ടികൾ കളിക്കുന്നത്, നെയ്ഹയും പർദു കളിക്കുന്നതൊക്കെ. പിന്നെ കട്ട്ലറ്റൊക്കെ നമ്മൾ
പൊരിച്ചെടുത്തു. പിന്നെ നമ്മൾ വീട്ടിലാണ് എല്ലാ പകുതി സാധനം നമ്മൾ വീട്ടിലുണ്ടാക്കിയത്, കുറച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുള്ളൂ. കുറച്ച് സ്നാക്സും പിന്നെ പത്തിരി, നൂൽപ്പുട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കിയത്, ബിരിയാണിയൊക്കെ. പിന്നെ സ്നാക്സും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം, എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ എല്ലാം എടുത്ത് ടേബിളിൽ എടുത്ത് വയ്ക്കുകയാണ്. ജ്യൂസുകളും എല്ലാം നമ്മൾ ടേബിളിൽ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും വന്ന് തുടങ്ങി. നോമ്പ് തുറക്കാനും സമയമായി, 6 മണി 6:15. സോ 3 ടൈപ്സ് ഓഫ് ജ്യൂസ് ഉണ്ടായിരുന്നു, കഞ്ഞി ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, സ്നാക്സ് സമൂസ, പരിപ്പ് വട, കട്ട്ലറ്റ്, പിന്നെ അങ്ങനെയൊക്കെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. ഇവനാണ് പച്ചു ഞാനും കൂടെ എല്ലാം എടുത്ത് വെച്ചത്, എൻ്റെ കസിന് പച്ചു. പിന്നെ നമ്മൾ ടേബിളിലെല്ലാം സെറ്റാക്കി വെച്ചു. സ്നാക്സും ഫ്രൂട്ട്സും ജ്യൂസും കഞ്ഞിയൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് തുറന്നു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല അടിച്ചു പൊളിച്ച് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ വീട് പണ്ടത്തെ പോലെ ശൂന്യാകാശത്തിലേക്ക് പോയി. പിന്നെ നമ്മളും കഴിച്ച് എല്ലാവരും ഉറങ്ങി. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ റെഡിയായിരുന്നു പോവാനായിട്ട്. അത്താഴ വീഡിയോ ഒന്നും എടുക്കാൻ മറന്നുപോയി ഞാൻ. പിന്നെ നെയ്ഹ കണ്ണാടി ഇട്ടിട്ട് കുറച്ച് ഷോ ഓഫ് ചെയ്തു. പിന്നെ നെയ്ഹാൻ്റെ അത്ത വന്നപ്പോൾ അത്ത പുറത്ത് പോയിക്കായിരുന്നു. അപ്പോൾ അത്ത വന്നപ്പോൾ നമ്മൾ 3 പേരും കൂടിയിട്ട് കോയമ്പത്തൂരിലേക്ക് ഇറങ്ങി. പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആ വെയിലുള്ള സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് കാണുന്നത് വീഡിയോയിൽ. പിന്നെ അവിടെ കിടന്നൊരു ബില്ലിൻ്റെ പേപ്പറിൽ നെയ്ഹാക്ക് തോണി ഉണ്ടാക്കി തരണം പറഞ്ഞിട്ട് അത് എടുത്തു തരികയാണ്. അത് നമ്മൾ ഡ്രസ്സ് എടുത്തതിൻ്റെ എന്തിൻ്റെയോ ബില്ലിൻ്റെ പേപ്പറാണ് കേട്ടോ. പിന്നെ അവൾക്ക് തോണി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവൾ അതിൽ കളിച്ചുകൊണ്ടിരുന്നു, നെയ്ഹ അതിൽ കളിച്ചുകൊണ്ടിരുന്നു. ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ, ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗും നോമ്പോറ വ്ളോഗും ഒക്കെ. ഇനി വീട്ടിൽ പോയിട്ട് നമ്മൾ പുറത്തു നിന്ന് തന്നെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവും. ഇനി അത്രേ ഉള്ളൂ ഈ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, അസ്സലാമു അലൈക്കും.